ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റൈഡ് പോകാൻ പോകണം ഗൈസ്. ഇപ്പം വീട്ടിലാണുള്ളത്. നമ്മൾ റൈഡ് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കൊല്ലം ജില്ലയുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാടോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ ലഗേജസ് ഒന്നും എടുക്കുന്നില്ല, ടാങ്ക് ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം വണ്ടിക്കകത്ത് നമ്മൾ ടാങ്ക് ബാഗ് മാത്രം സെറ്റ് ചെയ്തു, എന്നിട്ട് വിടുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ 450 സ്ക്വാഡ് റൂട്ടാണ്. നമ്മുടെ സ്ഥിരം നമ്മുടെ കൂടെയുള്ള സ്ക്വാഡ് റൂട്ടാണ്. അപ്പോൾ നമ്മൾ പെരുമ്പഴ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനിവിടെ നേരെ വണ്ടി എടുത്തിട്ട് പോയി. നമ്മൾ നേരെ പോകുന്നത് തെന്മലയ്ക്കാണ്. തെന്മലയിൽ നിന്നാണ് അവർ ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു ട്രിവാൻഡ്രംകാരാണ് എല്ലാവരും. അപ്പോൾ അവിടെ നിന്ന് തെന്മല എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ വിടുവാണ്. രാവിലത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. കാരണം നല്ല അടിപൊളി ചെറുതായിട്ടുള്ള മഴയും തണുപ്പും ആ ഒരു വൈബിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ മഴയത്ത് ചെറുതായിട്ട് മഴയായതുകൊണ്ട് നമ്മൾ ഇതിട്ടില്ല, റെയിൻകോട്ടും കാര്യങ്ങളൊന്നും ഇട്ടില്ല. ജസ്റ്റ് ജാക്കറ്റ് വിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു. നമുക്ക് പുനലൂരിൽ ഫുഡ് കഴിക്കണം, കാരണം അവർ കുളത്തുപുഴയിൽ നിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുനലൂരിൽ നിന്ന് കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് പോയി. നല്ല മഴ ഉണ്ടായിരുന്നു, സൂപ്പർ മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, കാരണം മഴയത്ത് ക്യാമറ ഒന്നും മങ്ങിയായിരുന്നു. അപ്പം മഴയത്ത് നമ്മൾ നേരെ പുനലൂരോട്ടാണ് പോകുന്നത്. നമ്മൾ പുനലൂർ ശരവണഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ സ്ഥിരം സ്പോട്ടാണ്. നമ്മളിപ്പം ഈ ഒരു റൂട്ടിൽ കൂടി യാത്ര ചെയ്താലും നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ്. നല്ല ക്വാളിറ്റിയാണ് കഴിച്ച്, ഫുഡൊക്കെ അടിപൊളിയാണ്. കാരണം പ്യുവർ വെജാണ്. വെജായതുകൊണ്ട് അതിൻ്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. നമ്മൾ രണ്ടുപേരെ ഉള്ളായിരുന്നു. അകത്ത് കയറി ഞാൻ ഓർഡർ ചെയ്തത് പ്ലെയിൻ ദോശയാണ്. അപ്പോൾ പ്ലെയിൻ ദോശയും വടയും ഓർഡർ ചെയ്തു. അപ്പോൾ അത് അവർ കുറച്ച് നേരം നമ്മളവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ സാധനം കുറച്ച് കഴിഞ്ഞപ്പോൾ സാധനം വന്നു. നമ്മളതൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. പിന്നെ ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ടായിരുന്നു കഴിച്ച്. അവിടെ വണ്ടികൾ ഇപ്പം ടൂറിസ്റ്റുകൾ വരുന്നവരെല്ലാം അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നിർത്തി നല്ല ഫുഡായതുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ നേരെ തെന്മലയ്ക്കാണ് വിടേണ്ടത്. തെന്മല ചെന്ന് അവരോട് ജോയിൻ ചെയ്യണം. നമ്മളവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാരണം അവർ കുളത്തുപ്പുഴ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും നമ്മൾ നേരെ യാത്ര തുടങ്ങി. നമ്മൾ പോകുന്നത് തെന്മലയ്ക്കാണ്. ഇപ്പം നമ്മൾ പോകുന്ന ലൊക്കേഷൻസ് നമ്മുടെ എല്ലാ വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തെങ്കാശിക്ക് പോകുമ്പോൾ ഈ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു വഴി പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു മലയുണ്ട്, മലയും കുന്നുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പച്ചപ്പോ കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ദിവസം ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് പച്ചപ്പൊന്നുമില്ലായിരുന്നു. ഇപ്പം പക്ഷേ അടിപൊളിയായിട്ടുണ്ട് കഴിച്ചാൽ. നല്ല സൂപ്പറൊക്കെ മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പോച്ചയൊക്കെ കിളിച്ച് സെറ്റായിട്ട് കിടക്കുവാണ്, അടിപൊളിയായിട്ട് കിടക്കുവാണ്. നമ്മളിപ്പം തെന്മലയിലോട്ട് പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത്. അവരവിടെ നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതുകൊണ്ട് അവർ ആ റൂട്ടിൽ കൂടെയാണ് വന്നത്. കുളത്തൂപ്പുഴ ആ ഒരു ഭാഗത്തോട് വന്നത്. അവിടെ നിന്ന് നമ്മൾ അവരോട് ജോയിൻ ചെയ്തു. അവർ വന്നു, അവരോട് ജോയിൻ ചെയ്ത് നേരെ നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ നമ്മൾ അമ്പനാടോട്ടാണ് പോകുന്നത്. അമ്പനാട് പോകുന്ന വഴിക്ക് ഭയങ്കര രസമാണ് കഴിച്ചത്. അപ്പം
നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര പച്ചപ്പും കാര്യങ്ങളും, പിന്നെ മഴയുടെ ആ ഒരു ക്ലൈമറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു വണ്ടി ഓടിച്ചു പോകാൻ. യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സൂപ്പർ മാസങ്ങളാണ് ഈ വരുന്ന ഇനി അങ്ങോട്ട് വരുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഫെബ്രുവരി വരെ സൂപ്പർ ക്ലൈമറ്റ് ആയിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. കാരണം അമ്മാതിരി വൈബിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൈക്ക്, 2 വീലർ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മാസങ്ങളിൽ തന്നെ മാക്സിമം റൈഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ അമ്പനാടിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് എത്താറായി നമ്മൾ. അങ്ങനെ നമ്മൾ അവിടെ വന്നൊരു ഇതുണ്ട് ഗൈസ്, നമുക്ക് കുറച്ച് ടിക്കറ്റ് ഉണ്ട്. കാരണം അവിടെ പാസ് ഉണ്ട്. അപ്പോൾ പാസ് എടുത്തിട്ടേ അകത്തോട്ട് കയറാൻ പറ്റൂ. അപ്പോൾ ആൾക്കാണ് പാസ് വരുന്നത്. ആൾക്ക് 100 രൂപ വെച്ചാണ്. നമ്മുടെ കൂടെ എത്ര പേരുണ്ടോ, വണ്ടി എല്ലാവരും നോക്കുന്നത്, നമ്മുടെ കൂടെ എത്ര പേരുണ്ടോ ആ ആളുടെ തലയെണ്ണയാണ് അവർ പാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് കുറച്ച് നേരം നിന്നു. ഒരാൾക്ക് 100 രൂപ വെച്ചാണ് ആയത്. നമ്മൾ മൊത്തത്തിൽ 16 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്ന് പാസ്സൊക്കെ എടുത്ത് നൈസിനകത്തോട്ട് കയറുകയാണ്. പാസ്സൊക്കെ കിട്ടി നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. നമുക്ക് കുറച്ച് എല്ലാവരും കയറിയിട്ട് കയറാമെന്നുള്ള ഓപ്ഷനിൽ നിന്ന് അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നു. ഇതാണ് അമ്പനാടിൻ്റെ മെയിൻ കവാടം. ഇവിടെ നിന്നകത്തോട്ടാണ് നമ്മൾ കയറുന്നത്.
അവിടെ നമ്മൾ കുറച്ച് നേരം നിന്നു. കാരണം അവർ ട്രിവാൻഡ്രത്ത് ഓടി വന്നതുകൊണ്ട് ഒറ്റ സ്ട്രെച്ച് വന്നില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കാമെന്ന് വെച്ചാൽ എല്ലാവരും ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ നിന്ന് ഒരു അരമണിക്കൂറിന് മുകളിൽ നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് യാത്ര തുടങ്ങിയത്. ഇതിലിനി വരുന്നൊരു കാഴ്ച അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അവിടുത്തെ സെക്യൂരിറ്റി എണ്ണം പറഞ്ഞു നിങ്ങൾ കടല മേടിച്ച് കൊടുത്താൽ കയ്യിൽ വന്ന് കൊത്തി തിന്നുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല മയിൽ അങ്ങനെ വന്ന് തിന്നുമെന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൊടുത്തു, നമ്മളും കൊടുത്തു, നമ്മുടെ കൂടെ നിന്ന് എല്ലാവരും കൊടുത്തു. അവിടെ അത് കണ്ടുകൊണ്ട് വന്ന എല്ലാ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നും കൊടുക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് എല്ലാവരും കയ്യിൽ നിന്ന് വന്ന് കൊത്തി തിന്നു. മറ്റേ സിനിമയിലൊരു ഡയലോഗാണ് ഓർമ്മ വന്ന സത്യം പറഞ്ഞാൽ. ജോസിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് വെച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയത്തില്ലയോ, ആ ഒരു ഡയലോഗാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നാറോ മയിൽ പോകുന്നില്ല, ഒരു വിധത്തിൽ പോകുന്നില്ല. അങ്ങനെ എല്ലാവരെയും കയ്യിൽ നിന്ന് കുത്തി പറക്കി തിന്നിട്ടാണ് അത് പോയത്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറച്ച് ഇരുന്നിട്ട് മണ്ടേ കയറി. ഇതാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് നിർത്തി. ഇവിടെ അടിപൊളി വ്യൂ ആണ് ഫോട്ടോസ് എടുക്കാൻ. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. പിന്നെ മേലോട്ട് കയറി പോകുന്ന വഴിക്ക് നല്ല രസമാണ്. ഫുള്ള് ഓഫ് റോഡും കാര്യങ്ങളാണ്, റോഡില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മളോട് ഉണ്ടായിരുന്ന എല്ലാ വണ്ടിയും 450 മാത്രമേ ഉള്ളായിരുന്നു. 450 സ്ക്വാഡാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഗൊറില്ല 450യും ഹിമാലയൻ 450യും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത്രയും ബൈക്കുകൾ വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, എല്ലാ യാത്രകളും. ഞാൻ ഇവരുടെ കൂടെ ഇപ്പം 3ാമത്തെ റൈഡാണ് ഈ 450 സ്ക്വാഡിൻ്റെ കൂടെ 3ാമത്തെ റൈഡ്. അടിപൊളിയാണ്, അവർ ടീം സെറ്റാണ്, സംഭവം സൂപ്പർ റൈഡേഴ്സാണ് എല്ലാവരും. അവർ വൈബിലുള്ള ടീമാണ്. കാരണം അവർക്ക് യാത്ര ചെയ്യണം, വണ്ടി ഓടിക്കണം, സ്ഥലങ്ങൾ കാണണം, എൻജോയ് ചെയ്യണം, റിലാക്സ് ചെയ്യണം, സ്ട്രെസ്സ് മാറണം എന്നുള്ള ആൾക്കാർ എല്ലാവരും അതേപോലുള്ള ആൾക്കാരാണ്. നൈറ്റ് ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, നോർമൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ബാങ്ക് ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും സൂപ്പറാണ്, എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഓടി നേരെ താഴെ വന്നതെന്ന് വെച്ചാൽ ഏറ്റവും താഴെ അമ്പനാടിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മൾ വന്നേക്കുന്നത്. അവിടെ നിന്ന് പിന്നെ താഴോട്ട് ചെക്ക് പോസ്റ്റാണ്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വളയ്ക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയില്ല. ലാസ്റ്റ് ലൊക്കേഷൻ നമ്മൾ അവിടെ വന്ന് നിന്നു. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ സെറ്റ് നല്ല അമ്പലം ഉണ്ട്. തമിഴ്നാടിൻ്റെ ടച്ചിലൊരു അമ്പലമാണ് സംഭവം. നല്ല സോണാണ്, ഓപ്പൺ ആയിട്ടൊക്കെ ഇട്ടേക്കും. അമ്പലം അടച്ചിട്ട് ഒന്നുമില്ല, ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. ഇതാണ് അമ്പലം. അപ്പോൾ അവിടെ ഒരു ചെറിയ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് മഴക്കോൾ വന്നു, നല്ല ഒരു മഴക്കോൾ വന്ന് കാറ്റ് മഴ കൊണ്ട് ഒരു പോക്കങ്ങ് പോയി. അവിടെ നമ്മളൊരു അരമണിക്കൂറിന് മുകളിൽ നിന്ന് ഗൈസ്. അവിടെ നല്ല രസമായിരുന്നു നിൽക്കാൻ. കാറ്റും ആ ഒരു ചെറിയ കോടമഞ്ഞും ഒക്കെ ഇറങ്ങി വന്ന് കാണാനൊക്കെ ഭയങ്കര രസമാണ്. അവിടുത്തെ ഒരു വൈബ് ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. നമ്മളവിടെ ഒരു അരമണിക്കൂറിന് മുകളിൽ നിന്നു. അവിടുത്തെ പ്രകൃതി ഭംഗിയും പിന്നെ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് അടുത്ത ലൊക്കേഷൻ നമ്മൾ ആനച്ചാടിലോട്ടാണ് പോയത്. ആനച്ചാടിൽ പോകുന്ന വഴിക്ക് നല്ല ചെറിയ ഓഫ് റോഡുകളും അതേപോലെ തന്നെ നല്ല മരങ്ങൾ പൂത്തിക്കുന്ന വിഷ്വൽസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ ഇതാണ്, വണ്ടികൾ ഇതാണ്. ഇത്രയും വണ്ടിയായിരുന്നു നമ്മളോട് ഉണ്ടായിരുന്നത്. 450 മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത പോകുന്നത് മാമ്പഴത്തറയ്ക്കാണ്. ഇത് മാമ്പഴത്തറ ലൊക്കേഷനാണ്. ഇവിടെ നിന്നാണ് മാമ്പഴത്തറയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് ഫുഡ് കഴിക്കണമായിരുന്നു. കാരണം 1:40 ആയി നമ്മളവിടെ വന്നപ്പോഴത്തേക്ക്. പിന്നെ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. അവിടെ ഒന്നൊരു ചെറിയതായിട്ടൊരു നാരങ്ങളൊക്കെ കുടിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് പോയത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് നാരങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആ ചേച്ചി നാരങ്ങളൊക്കെ നല്ല ചൂട് പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ചു. അവിടെ നിന്ന് മാമ്പഴത്തറയ്ക്ക് പോയി. മാമ്പഴത്തറയും പൊളിയായിരുന്നു ക്ലൈമറ്റ്. ഈ ഒരു വൈബിൽ, കാരണം മഴ സീസൺ ആയതുകൊണ്ട് ആ ഒരു വഴി കൂടി പോകാനും അവിടെ പോയി നിൽക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.